ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു നാടൻ വിഭവമാണ്. നല്ല വറുത്തരച്ചൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടാണ് ഇവിടെ തേങ്ങയും ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്ര എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല തേങ്ങ വറുത്തരച്ച് നമുക്കൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. നാടൻ രീതിയിലൊരു വറുത്തരച്ച കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചിക്കൻ റോസ്റ്റും ചിക്കൻ കറിയും പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ വറുത്തരച്ച കറി ഒരു സ്പെഷ്യൽ തന്നെയാണ്. അത് പണ്ട് അമ്മ വീട്ടിൽ നമുക്ക് ഒരു കുറച്ചൊക്കെ ക്വാണ്ടിറ്റിയിൽ ചിക്കനൊക്കെ ഉള്ളപ്പോഴത്തേക്കും എല്ലാവരും തട്ടിക്കൂട്ട് വരുവതിൽ എല്ലാവർക്കും കൂടെ വേണ്ടി എന്നുവെച്ചാൽ 2 പേർക്ക് കഴിക്കാനുള്ള അളവിൽ ഒരു 2-3 പീസൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ 5 പേർക്കും അമ്മ ഇങ്ങനെ വറുത്തരച്ച കറിയൊക്കെ വെച്ച് 2 നേരം കൂട്ടാൻ പാകത്തിന് നല്ല ലാവിഷായിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അതാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നതല്ല, ഞാനിതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നല്ല റെസിപ്പിയാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ തോന്നുമ്പോൾ മാത്രം, അഭിപ്രായം കിട്ടുമ്പോൾ മാത്രമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാറ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം. നല്ലോണം ഒന്ന് വെള്ളമയം മാറുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ വെള്ളമയം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് ഒരുപാടൊന്നും ക്വാണ്ടിറ്റിയിൽ ചിക്കനൊന്നും വേണ്ട, കുറച്ച് മാത്രം ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായിട്ട് ഈ ഒറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. വേറെ ഒന്നും അതിൻ്റെ കൂടെ വേണ്ട. അതുപോലെ നല്ല അടിപൊളിയൊരു വറുത്തരച്ച കറിയാണ്. കൂടെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയാണ് കേട്ടോ. കണ്ടോ, മല്ലി പൊടിയായിട്ടും ചേർക്കുന്നുണ്ട്, അല്ലാതെയും ചേർക്കുന്നുണ്ട്. മസാല പൊടി ഇല്ലാത്തവർ ഈ സമയത്ത് മസാലകളൊക്കെ ഉണ്ടല്ലോ, ഗ്രാമ്പൂ, പട്ട, തക്കോലം, പുതിന, അങ്ങനെ തുടങ്ങിയ എല്ലാ മസാലകളും ഇതിൻ്റെ കൂടെ ഈ വറുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ചേർത്ത് അരയ്ക്കാം. ഞാനിപ്പോൾ എല്ലാം പൊടികളായിട്ടാണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളില്ലാത്ത ഒരിതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൂടിയിട്ട് മൂപ്പിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ എല്ലാം പൊടികളാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ പൊടികളാണ് ഇടുന്നത്. എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല കറിയാണ്. ആ മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ല ഒരു ഫ്ലേവറാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പറ്റിക്കൽ കറി കൂടെ ആയിരുന്നു കേട്ടോ. പണ്ട് അമ്മ ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും കുറച്ച് മാത്രമേ ചിക്കൻ കാണത്തുള്ളൂ. അത് ചെറിയ രീതിയിൽ അരിഞ്ഞ് അമ്മ ഇങ്ങനെ വറുത്തരച്ച് ഉണ്ടാക്കി തന്ന് ഞങ്ങൾ പറ്റിക്കാറുണ്ടായിരുന്നു. അതാകുമ്പം 2 പേര് കഴിക്കേണ്ട സമയത്ത് ഞങ്ങൾ വീട്ടിൽ 5 പേരും കഴിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു ചോറിൻ്റെ കൂടെ ഇതൊക്കെ കഴിക്കാനായിട്ട്. ഇതുണ്ടാക്കുമ്പോൾ ശരിക്കും ഞാൻ ആ ഒരു ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. അമ്മയുടെ റെസിപ്പിയാണിത്. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയോട് ഞാൻ ചോദിച്ചറിഞ്ഞതൊന്നുമല്ല. അമ്മ ആ ഒരു കണ്ട് അറിഞ്ഞതും പിന്നെ ആ കഴിച്ച ഫ്ലേവറൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനിത് വീട്ടിലുണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ആ കറിവേപ്പിലയൊക്കെ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടൈമിൽ ഇടാവുള്ളൂ കേട്ടോ. അപ്പം നല്ലൊരു മണമാണ് ആ കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു അടിപൊളി മണമാണ്. അപ്പോൾ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കറികൾക്കത് ചേർക്കാറുള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇതൊന്നും കൂടെ മൂപ്പിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. തീയലിനൊക്കെ പോലെ ഒരുപാട് ഡ്രൈ ആകുമൊന്നും വേണ്ട. പണ്ടിത് അമ്മ കറി വെച്ച് വെക്കുമ്പോഴേ നല്ല മണമാണ്. ഈ തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്നുണ്ട്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ വിശപ്പ് തുടങ്ങും. അപ്പോൾ വെന്തോ അമ്മ റെഡിയായോ കറിയെന്ന് ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്, ചെറിയ ഒരു രീതിയിൽ. ഇപ്പോഴും അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ പാചകമാണ് ഇപ്പോഴും എന്നെപ്പോലെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നുള്ളതാണല്ലോ, അമ്മയുടെ പാചകമാണല്ലോ ഇഷ്ടം. അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതും എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന പാചകമാണ് ഇഷ്ടം.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുക്കിങ് കഴിയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് വിശക്കാറില്ല. കാരണം ഈ സ്മെല്ലും മസാലയുടെ സ്മെല്ലും ഈ എല്ലാ സ്മെല്ലും കൂടെ കയറിയിട്ട് മൂക്കൊരു പരുവാക്കിയിരിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറി ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാറ്, പ്രത്യേകിച്ച് ഈ മസാല വിഭവങ്ങൾ. നമ്മുടെ തേങ്ങ ഒന്ന് വെള്ളമയൊക്കെ മാറി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇടുന്നത് കുറച്ച് നമ്മുടെ വറ്റൽമുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എരിവ് കാണും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടാവുള്ളൂ. കാശ്മീരി മുളക് പൊടി ഇടുന്നതായിരിക്കും ബെറ്റർ. കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവേ. നമ്മൾ തേങ്ങ ഇവിടെ വറുത്തത് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു മഞ്ഞ കളർ എന്താണെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ് ചിക്കൻ കഴുകുന്നത്. അപ്പം ആ ഒരു മഞ്ഞ കളറുണ്ട്. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുരുമുളക് പൊടി ആ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിഴങ്ങ്, കറിവേപ്പില, പച്ചമുളക്, സബോള ഒരുപാട് തീരെ കനം കുറയ്ക്കാതെ ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നാടൻ രീതിയല്ലേ, അപ്പം എപ്പോഴും ചട്ടിയിലൊക്കെ വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അതുകൊണ്ട് ഞാനിവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ അരപ്പ് നമ്മൾ കല്ലിലരയ്ക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ രുചി കൂടുതൽ. പക്ഷെ ഇവിടെ കല്ലില്ലാത്തതുകൊണ്ട് മിക്സി തന്നെ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. ഞാനതിനായിട്ടൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നല്ലോണം ചൂടായി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സബോളയും കിഴങ്ങും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ആദ്യം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞതാണ് ചെറുതായിട്ട് അത് ചേർത്ത് അതും കൂടായിട്ട് വഴറ്റാം. തക്കാളി ഇട്ടതിന് ശേഷം ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, കണ്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ ചിക്കൻ. അതിലേക്കിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് വഴറ്റാം. അരപ്പ് ഇവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരപ്പും കൂടെ അതിലേക്ക് ഇടാം. അരപ്പിട്ട് ഈ മിക്സ് ഒന്ന് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കണേ. നല്ല രീതിയിൽ യോജിപ്പിച്ച് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ അരപ്പിന്റെ പച്ച മണം മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അടുക്കി പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക വേണം. അരപ്പിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാം. ഇപ്പം ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ പിടിപ്പിച്ചാണ് വെച്ചേക്കുന്നത്. ഇപ്പം ആവശ്യത്തിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ചിക്കനൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കറി ഇറക്കാം. നല്ല അടിപൊളി ചിക്കൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.